മഴക്കാല പൂർവ്വ ശുചീകരണ അവലോകന യോഗം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ ഗൗതമൻ, ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, BDO ശ്രീനിവാസൻ, സന്തോഷ്, മറ്റു ആരോഗ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മറ്റുള്ള പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. അതിന് മുന്നോടിയായി കണ്ടു തന്നെയാണ് നമ്മൾ ഒരു മാസക്കാലമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ. എല്ലാ HIമാർ, അതേപോലെ JHIമാർ, ആശാപ്രവർത്തകർ, MLSമാർ, മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിൽ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ അവർ തന്നിട്ടുണ്ട്. ആ തന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 24 JHIമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 25 JPHമാരും വർക്ക് ചെയ്യുന്നുണ്ട്. 25 MLSമാരും നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 25, 50, 75ഓളം ഫീൽഡ് തലത്തിലുള്ള സ്റ്റാഫുകൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഔദ്യോഗികമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ആശാപ്രവർത്തകരും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്ന 2,06,463 നമ്മുടെ ബ്ലോക്കിൻ്റെ തന്നെ പോപ്പുലേഷൻ. ഈ ആൾക്കാരുടെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോൾ ഏകദേശം നമുക്ക് ടോട്ടൽ നമ്മൾ സോഴ്സ് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും അതേപോലെ അവർ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മളാരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വ്യാപാരികളാണെങ്കിലും പൊതുജനങ്ങൾക്കാണെങ്കിലും കൃത്യമായ രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അറിയിപ്പുകൾ നൽകുകയും എല്ലാം ചെയ്യണം. അതിനോടനുബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ഇന്ന് ഒരേ സമയം ഇതിൻ്റെ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്പെക്ഷൻ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കൊതുക് വളരുന്നുള്ള സാഹചര്യങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെഡിക്കൽ ഓഫീസർമാരെയും അതേ തന്നെ വിവിധ പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെയും നമ്മളിവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിവിധ വകുപ്പ് മേധാവികൾ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഗുണദോഷങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടി പറയുമ്പോൾ ബാക്കി തുടർന്ന് നമുക്ക് ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ കൂടി തീരുമാനിച്ച് നമുക്ക് തിരിയാം. പ്രധാനമായി സമയം ഉപയോഗപ്പെടുത്തേണ്ടത് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും നിങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനും വേണ്ടിയാണ് എന്നാണ് ഈ യോഗത്തെ സംബന്ധിച്ച് ഞാൻ കരുതുന്നത്. ഇന്ന് നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ആ ഫീൽഡിൽ നിങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ വരാനിരിക്കുന്ന മഴക്കാലം, അതിൻ്റെ ഭാഗമായി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ദുരന്ത നിവാരണം, ഇതെല്ലാം ജാഗ്രതപ്പെടുത്തേണ്ട കാലത്താണ് ജീവിക്കുന്നത് എന്നത് ഓർമ്മപ്പെടുത്തി പോകേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം തന്നെ ചേരണമെന്ന് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. കാരണം ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മുൻകരുതലെടുക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ചിന്തിക്കാത്തത് കൊണ്ടോ അല്ല. പക്ഷെ വളരെ ഗൗരവതരമായി കഴിഞ്ഞ കാല അനുഭവങ്ങളെ മുൻനിർത്തി കൂടുതൽ ജാഗ്രതപ്പെടേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. 2 പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. അതിലൊന്ന്, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഏതാണ്ട് 30-ാം തീയതിയോട് കൂടി ആരംഭിക്കും എന്ന് പറയുന്ന വർഷം എങ്ങനെയാണ് നമുക്ക് അത് അനുഭവപ്പെടുക എന്ന് മുൻകൂട്ടി പറയാൻ വേണ്ടി കഴിയില്ല. 2018-ലെയും 2019-ലെയും അനുഭവം അതാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു ഘട്ടം കൂടിയാണ്